ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡെസേർട്ട് ആയിട്ടാണ് തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത്. പൈനാപ്പിൾ വെച്ചിട്ടാണ് ഈ ഒരു ഡെസേർട്ട് പൈനാപ്പിൾ സൂഫ്ലേ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതാണ് നമ്മളിന്ന് എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കിയെടുക്കുന്ന മെത്തേഡ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം തന്നെ 1 ടേബിൾ സ്പൂണ് ജലാറ്റിന് ഒരു ചെറിയൊരു ബൗളിൽ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു 10 മിനിറ്റ് വെള്ളത്തിലൊന്ന് കുതിർത്തെടുക്കണം. അപ്പോൾ ഒരു ടേബിൾ സ്പൂണ് മാത്രമേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. ടീസ്പൂൺ അല്ല കേട്ടോ, ടേബിൾ സ്പൂണാണ്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് പൈനാപ്പിൾ ഫ്ലേവറിലുള്ള ജെല്ലി ഉണ്ടാക്കാനുള്ള പൗഡർ ഒരു പാക്കറ്റായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ജെല്ലി ഉണ്ടാക്കാനുള്ള അത് എടുത്താൽ നമുക്ക് നേരിട്ട് തന്നെ അത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിന് പകരമാണ് ഞാനിവിടെ ജലാറ്റിന് എടുത്തത്. ജലാറ്റിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചൈന ഗ്രാസ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് വെള്ളത്തിലൊന്ന് 10 മിനിറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അതിനുശേഷം നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അടിയിൽ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ടൊരു ഗ്ലാസ് ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് ഇത് നന്നായിട്ട് തന്നെ മെൽട്ടാക്കി എടുക്കണം. ഈ ഒരു ടേബിൾ സ്പൂണ് ജലാറ്റിന് 1 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പൈനാപ്പിൾ ജെല്ലി ഉണ്ടാക്കുന്ന ആ ഒരു പൗഡറാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് എക്സ്ട്രാ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മെൽട്ടായതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് ഇത് മെൽട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്തിന് ഞാൻ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു മധുരം കൂടെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു പൈനാപ്പിളിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ടൊന്ന് മെൽട്ടായതിന് ശേഷം പൈനാപ്പിൾ എസെൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പഞ്ചസാരയും ജലാറ്റിനും ഒക്കെ നന്നായിട്ട് തന്നെ മെൽട്ടായി അതൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരട്ടെ. അതുവരെ നമുക്കിതൊന്ന് മെൽട്ടാക്കി എടുക്കാം. താഴെയുള്ള വെള്ളം ഇങ്ങനെ തിളക്കുന്നതിനനുസരിച്ച് മുകളിൽ ഇത് ചൂടായിട്ട് നന്നായിട്ട് മെൽട്ടായിട്ട് വരും. ഇപ്പോൾ അത് നന്നായിട്ട് തന്നെ മെൽട്ടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിതിലേക്ക് എസെൻസ് ചേർത്ത് കൊടുക്കാം. പൈനാപ്പിൾ എസെൻസ് കൂടി പോവേണ്ട ഒരു 1/4 ടീസ്പൂൺ പൈനാപ്പിൾ എസെൻസ് ചേർത്ത് കൊടുത്താൽ മതി. കൂടി പോയാൽ അതിൻ്റെ ഒരു കുത്തിൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മളിതിൽ ഫ്രഷ് പൈനാപ്പിളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ചെറിയൊരു യെല്ലോ കളറിന് വേണ്ടിയിട്ട് ലെമൺ യെല്ലോ ലിക്വിഡ് കളറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്കാട്ടോ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിച്ച് വെക്കുന്നത്. ഇത് ആദ്യം തന്നെ ചെയ്ത് വെക്കുക. ഇത് നമുക്ക് ജെല്ലിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് തണുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കുക കേട്ടോ. ഇത് ആദ്യം തന്നെ ചെയ്ത് മാറ്റി വെച്ചാൽ മതി. ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ഇങ്ങനെ സ്പൂൺ വെച്ചിട്ടൊന്ന് കളയാം. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സ് ചെയ്യാം. അടുത്തത് നമ്മൾ പാല് വെച്ചിട്ടൊരു സംഭവം ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. 1/2 ലിറ്റർ പാൽ കേട്ടോ. 250 ml 2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഇനി കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്. ചെറിയൊരു ബൗളിൽ 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പാല് തിളക്കുന്നതിന് മുന്നേ തന്നെ അതിൽ നിന്ന് കുറച്ച് പാൽ ഇതിലേക്ക് എടുത്തിട്ട് അതൊട്ടും കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അത് നമുക്ക് ഈ പാലൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഈ പാലിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്ന് തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് പാലൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. പാല് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ചൂടായി വന്നാൽ മതി. ചൂടാകുന്ന സമയത്താണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിന് ഫുള്ളായിട്ട് കണ്ടൻസ് മിൽക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 കപ്പ് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കാം. ബാക്കി മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1/4 കപ്പ് കണ്ടൻസ് മിൽക്കും 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കറക്റ്റ് മധുരമാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഈ കോൺഫ്ലവർ മിക്സ് ഉണ്ടല്ലോ അതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് കുറേശ്ശെ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൈവിടാതെ തന്നെ ഇളക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ. അത് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരണം. ഒന്ന് തിക്കായിട്ട് വരും. ആ കോൺഫ്ലവർ ഒന്ന് കുക്കാവുമ്പോൾ നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരും. അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കുക. ഇതിലിപ്പോൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ പൈനാപ്പിൾ എസൻസ് ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ ഫ്രഷ് പൈനാപ്പിൾ തന്നെ ഇതിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു പൈനാപ്പിൾ എസൻസിൻ്റെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പൈനാപ്പിൾ എസൻസ് ഒക്കെ ഒരു കുത്തൽ ഓവർ ആയാൽ നമ്മൾ ജെല്ലിലേക്ക് ഏതായാലും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു പൈനാപ്പിൾ എസൻസ് വേണമെന്നുണ്ടെങ്കിൽ ഫ്രഷ് പൈനാപ്പിളൊന്നും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു വലിയ ബൗൾ എടുക്കുക. അപ്പോൾ ഞാൻ അതിലേക്ക് മാറ്റിയിട്ടുണ്ട്.
ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഫ്രഷ് ക്രീമാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീമായിട്ട് അതിലേക്ക് ചേർത്ത്, നല്ല തിക്കായിട്ടുള്ള ഫ്രഷ് ക്രീമായിരുന്നു, ഫ്രീസറിൽ വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ചേർക്കേണ്ട ആവശ്യമില്ല. അതുകൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ ഈ ഒരു സൂഫ്ലേക്ക് കിട്ടുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇപ്പോൾ നല്ല ചൂടുണ്ട്, ഇതൊക്കെ നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം കേട്ടോ. നമുക്ക് ഇതെല്ലാം തണുപ്പിച്ചെടുത്ത ശേഷമാണ് നമ്മളിത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടുണ്ട്. അപ്പോൾ ഫ്രഷ് ക്രീം ചേർക്കുമ്പോൾ എന്താ പറയുക, കുഴപ്പമില്ല, അത് മെല്ലെ അങ്ങ് ഫോൾഡ് ചെയ്തെടുത്തിട്ടാൽ മതി, അതെന്തായാലും അതിൽ മെൽറ്റ് ആവുമല്ലോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമുക്കിതിലേക്ക് അടുത്ത പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ പൈനാപ്പിൾ സോട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൈനാപ്പിൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പൈനാപ്പിളിൻ്റെ ഒരു 1/4 ഭാഗം, ചെറിയൊരു പൈനാപ്പിളിൻ്റെ 1/4 ഭാഗം ഉണ്ടാവും. അപ്പോൾ അത് ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലിട്ടിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക. നല്ല ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് കുക്കായിട്ട് വരണം. ഇപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇറങ്ങി വരും കേട്ടോ. ഈ പൈനാപ്പിളിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി വരും. ആ വെള്ളമൊക്കെ എന്താ പറയുക, വറ്റിയിട്ട് നല്ലൊരു കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ടോ എന്നൊക്കെ. ആ ഒരു പരുവാകുന്നവരെ നമുക്കിത് സോട്ട് ചെയ്തെടുക്കാം. നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇറങ്ങി വരുന്നത്, ആ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്ന അതാണ് കേട്ടോ ഇതിൻ്റെ പരുവെന്ന് പറയണത്. അപ്പോൾ ഇപ്പോൾ വെള്ളമൊക്കെ ഇങ്ങനെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഈ രീതിയിലാവുമ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്ട്, ഇത്രയും മതി. ഇത്രയും ആയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തയ്യാറാക്കിയെടുത്തിട്ടുള്ള ആ ഒരു മിൽക്കിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ വേണ്ടത്. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ അതിൽ ഒരുപാട് പുഡിംഗ് റെസിപ്പീസും ഡെസേർട്ടുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മുന്നേ ഉള്ളവർക്കൊക്കെ അറിയാം, പുതുതായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതായത് സോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൈനാപ്പിൾ ഞാൻ ഈ ഒരു മിൽക്ക് മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ജെല്ലി ഒന്നും ഇപ്പോൾ ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ജെല്ലിയൊക്കെ നമ്മൾ ഇത് നന്നായിട്ട് തണുത്ത ശേഷമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. നന്നായിട്ട് തണുത്ത ശേഷം ഒഴിച്ചു കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ജെല്ലി ഒരു ചൂടിൽ അത് മെൽറ്റായി പോവും, ജെല്ലിയായിട്ട് കിടക്കില്ല കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ഇത് ഇപ്പോൾ ഇത്ര ലൂസാണെങ്കിലും ചൂടാറുന്ന സമയത്ത് നല്ല തിക്കായിട്ട് വരും കേട്ടോ. ഇപ്പോൾ നല്ല ചൂടുണ്ട്, ചൂടാറുന്ന സമയത്ത് നല്ല കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വരും. നമുക്കിങ്ങനെ സ്പൂൺ വെച്ച് കോരി കഴിക്കുന്ന ആ ഒരു പരുവായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് റിച്ച് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബദാം ചോപ്പ് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇടയിൽ അത് കടിക്കുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും. അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇപ്പോൾ തന്നെ കുറച്ചൊക്കെ തിക്കായിട്ട് വന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്നുകൂടെ ഒന്ന് തിക്കായി വരും കേട്ടോ. ഇതിലേറെ കുറച്ചുകൂടെ ഒന്ന് തിക്കായി വരും. ഞാൻ പറഞ്ഞ ആ ഒരു കോൺഫ്ലവർ 1.5 ടേബിൾ സ്പൂണിൽ കൂടി പോകരുത്. 1.5 ടേബിൾ സ്പൂണിൽ കൂടി പോയാൽ നമ്മൾ പുഡിംഗ് രീതിയിൽ സെർവ് ചെയ്യേണ്ടി വരും. അപ്പം അതൊക്കെ ഒന്ന് സെറ്റ് ആയതിന് ശേഷം, ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ജെല്ല് ഇതുപോലെ കത്തി വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കതിലേക്ക് ഇട്ടിട്ട് സെർവ് ചെയ്യാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഈ ഒരു മിൽക്ക് മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് കുറച്ചൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതിലിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു ജെല്ല് കൂടെ വരുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും നമ്മുടെ ഈ ഒരു സൂഫിലേക്ക്. എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഞാനിത് ഒരുപാട് അങ്ങ് സെറ്റ് ആവുന്നതിന് മുന്നേ തന്നെ സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ലൂസായിട്ട് ഇരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞിട്ടുള്ള സംഭവം ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ എനിക്ക് പെട്ടെന്ന് വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ സെറ്റ് ആവുന്നതിന് മുന്നേ തന്നെ എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാനിത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യുകയാണ്. കുറച്ചുകൂടെ തിക്കായിട്ടാണ് നമ്മളിത് എടുക്കേണ്ടത്. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് ഒന്നുകൂടെ തിക്കാവുന്ന സമയത്താണ് നമ്മളിത് എടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു മെത്തേഡും ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കാണിച്ചു തരാം. ഞാൻ ഇങ്ങനെ ഒരു ഗ്ലാസ്സിലേക്ക് ഇത് സെർവ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ ഒരു ഫോട്ടോ ഭംഗിക്ക് വേണ്ടിയിട്ട് മുകളിൽ ആ ജെല്ല് കുറച്ച് മാറ്റി വെച്ചതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബദാം ചോപ്പ് ചെയ്തത് കുറച്ചൊന്ന് അതിൻ്റെ ഡെക്കറേഷന് വേണ്ടിയിട്ട് മുകളിൽ കുറച്ചും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ് ഇത് തയ്യാറാക്കിയെടുക്കാൻ. കുറച്ച് പ്രോസസ്സിങ് മാത്രമേ ഉള്ളൂ, 2-3 പ്രോസസ്സായിട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. സിമ്പിളാണ് തയ്യാറാക്കിയത്, നല്ല ടേസ്റ്റുമാണ്. അത് കുറച്ചൊന്ന് സെറ്റ് ആയതിന് ശേഷമുള്ള അവസ്ഥയാണ് കേട്ടത്. ഇതുപോലെയാണ് നമ്മൾ ഈ ഒരു സൂപ്പിലേക്ക് ഇട്ടാൽ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തും എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാകുന്ന സമയത്തൊക്കെ ഇത് ഉണ്ടാക്കി നോക്കും. നിങ്ങൾക്ക് എല്ലാ വരുന്നവർക്കൊക്കെ നല്ല ഇഷ്ടമാവും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. പൈനാപ്പിൾ വെച്ചിട്ട് ഈ ഒരു രീതിയിലൊക്കെ ഡെസേർട്ട് ഉണ്ടാക്കുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ടേസ്റ്റി ആയിരിക്കുമെന്ന്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ താല്പര്യമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്.
നമ്മുടെ ചാനൽ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ല പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്